ദിലീപ് ഫാനാണ്. കുറെ കാലത്തിന് ശേഷം വരുന്ന ഒരു പടമാണ് ദിലീപിന്റെ. അപ്പൊ എത്രത്തോളം എക്സൈറ്റഡ് ആണ്? നല്ല എക്സൈറ്റഡ് ആണ്. കാരണം ഇത്ര കോൺട്രവേഴ്സി കഴിഞ്ഞിട്ട് ഒരു പടം വന്ന കാരണം ഞങ്ങൾ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ്. അതാണ് പലരും അത് കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ബഹിഷ്കരിക്കുന്നത്. അതൊക്കെ ഓരോ ആളുകളുടെ പെർസ്പെക്റ്റീവ് അല്ലേ. ഫാമിലി ഓഡിയൻസിന് കേറും. എനിക്ക് ഞങ്ങളുടെ ഇതിലെന്ന് വെച്ചാൽ ഞങ്ങൾ അത്യാവശ്യം ദിലീപിന്റെ എന്നല്ല എല്ലാവരും സിനിമകൾ കാണുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് മാക്സിമം എൻജോയ് ചെയ്യാന്നുള്ളൊരു സംഭവമാണ്. അതിന്റെ ഉപരി പുറത്തെന്തൊക്കെ നടക്കുന്നുണ്ടോ അതെല്ലാം വേറെ വേറെ കാര്യങ്ങൾ. സിനിമ എന്ന് പറഞ്ഞാൽ സിനിമയുടെ സ്പിരിറ്റ് തന്നെ എക്സ്പെക്ട് ചെയ്യണം, മീൻസ് അത് എക്സ്പീരിയൻസ് ചെയ്യണം എന്നാണ് എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂല് ഞാൻ എനിക്ക് പറയുന്നത്. ദിലീപ് ഫാനാണ്. അത് പ്രതീക്ഷയാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതിന്റെ ഒരു എക്സ്പെക്ടേഷനും ഉണ്ട്. തൂക്കേണ്ടതാണല്ലോ, കാരണം രണ്ടാമത് വന്ന സ്ഥിതിക്ക് തൂക്കണമല്ലോ. രാമലീലക്കൊക്കെ ശേഷം ഞങ്ങളൊരു നല്ലൊരു ബ്ലാസ്റ്റ് പ്രതീക്ഷിക്കുന്നത്. താങ്ക് യു. ഈ ക്രിസ്മസിന് അപ്പൊ എത്രത്തോളം പ്രതീക്ഷയുണ്ട്? നല്ല പ്രതീക്ഷയാണ്. ടിക്കറ്റ് എടുത്തോട്ട് അല്ലെങ്കിൽ ട്രെയിലർ അല്ലെങ്കിൽ പോസ്റ്റർ ഇറങ്ങിയോട്ട് പ്രതീക്ഷയാണ്. അതാണ് ഇപ്പൊ ഇന്ന് വന്നത്. തൂക്കും. ദിലീപേട്ടൻ തൂക്കും. അതിന്റെ കൂടെ ലാലേട്ടൻ ഇരട്ടി തൂക്കും. വൈബാണ്. ദിലീപന്റെ കുറെ കാലങ്ങൾക്ക് ശേഷം വരുന്ന ഒരു പടമാണല്ലോ. അപ്പൊ അതിന് എത്രമാത്രം എക്സൈറ്റഡ് ആണ്? നമ്മള് എക്സൈറ്റഡ് ആണ്. നല്ലൊരു പടം വിശ്വസിക്കുന്നു, അത്രേ ഉള്ളൂ. പിന്നെ അങ്ങനത്തെ അവരങ്ങനെ തന്നെയായിരുന്നു പറയണത്. ഒരു മാഡ്നസ് പരിപാടിയാണ്. ഓക്കെ എങ്ങനെയാവും? ഇത് ഓരോരുത്തരുടെ പേഴ്സണൽ ഒപ്പീനിയൻ അല്ലേ. സിനിമയായിട്ട് കാണുക, അത് മാത്രം പറയാനുള്ളൂ. ബാക്കി അവരുടെ ഒരു ഒപ്പീനിയൻ പോലെ ഇരിക്കും. അതെ, ശേഷം വരുന്ന ഒരു പടമാണ്. അപ്പൊ അതുകൊണ്ട് എത്രമാത്രം എക്സൈറ്റഡ് ആണെന്നല്ല. എക്സൈറ്റ്മെന്റ് ഒരു ഫാൻ എന്ന നിലയിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പിന്നെ ബാക്കിയെല്ലാം സിനിമ പ്രേക്ഷകരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ. കാരണം ഇപ്പോ എന്റെ എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ എന്റെ ഒരു വ്യൂ പോയിന്റ് ആയിരിക്കില്ല മറ്റുള്ളവർക്ക് ഉണ്ടാവുന്നത്. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ ആയിരിക്കില്ല. അപ്പൊ ബാക്കിയെല്ലാം സ്ക്രീനിൽ നമുക്ക് കാണാം. പക്ഷെ എന്നാലും ഒരു പ്രതീക്ഷയുള്ള ഒരു പടം. നമ്മള് ദിലീപേട്ടന്റെ ഒരു ആവേശം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ സിനിമയെ നോക്കിക്കാണുന്നത്. എങ്ങനെയാന്നുള്ള കാര്യം അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. ഫുൾ ഓൺ പ്രതീക്ഷ. കാരണം കുറെ കാലത്തിന് ശേഷം ഇപ്പോഴാണ് ആളെ ഒന്ന് ഫുൾ ഫ്ലഡ്ജിലും ഫുൾ പവറിലും കാണുന്നത്. അപ്പൊ ആ ഒരു സന്തോഷമുണ്ട്. ആളുടെ അഴിഞ്ഞാട്ടം എന്തായാലും കാണാനുള്ള തീർച്ചയായിട്ടും ഒരു പ്രതീക്ഷ നമുക്കുണ്ട്. അല്ല, അതിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സിനിമയാണ്. കാരണം ബഹിഷ്കരിക്കും എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി നമുക്കറിയാൻ പറ്റുന്നത് ആളോടുള്ള വിരോധമാണ്. കാരണം ഒരു കൂട്ടം വിഭാഗം മാത്രം ആളെ എതിർക്കുന്നു. പക്ഷേ നിങ്ങൾക്ക് തന്നെ അറിയാലോ, കാരണം ഇതുപോലത്തെ ഒരു ഏറ്റവും ക്രൂഷ്യൽ സ്റ്റേജിലാണ് രാമലീല പോലത്തെ ഒരു സിനിമ ഇറങ്ങിയത്. അത് എവിടെ എത്തി, എങ്ങനെ എത്തി എന്നുള്ള കാര്യം ഞാൻ പറയേണ്ടത് നിങ്ങൾക്ക് അറിയാം. കാരണം രാമലീല കാണാൻ വരുന്ന തിയേറ്റർ കത്തിക്കും. റിപ്പോർട്ടർ TV അടക്കം അതിനൊരു ന്യൂസ് ഉണ്ടാക്കി ഇതുപോലെ ക്യാമ്പയിൻ നടത്തി. റിപ്പോർട്ടറല്ല, ഒരുപാട് റിപ്പോർട്ടേഴ്സ്, പേര് ഞാൻ ഓർക്കുന്നില്ല, അവരെല്ലാരും വന്നിട്ട് റിപ്പോർട്ടർ ചാനൽ പറഞ്ഞ് രാമലീല കളിക്കുന്ന തിയേറ്റർ കത്തിക്കും, ആളുകളെ തല്ലുവെന്നൊക്കെ പറഞ്ഞിട്ട് എവിടെ എത്തി, ആ സിനിമ ഏത് ലെവലിലെത്തി എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അപ്പോ ഇത് നല്ല സിനിമയാണെങ്കിൽ പ്രേക്ഷകർ ഇത് കഴിഞ്ഞിട്ട് സ്വീകരിക്കും, അല്ലെങ്കിൽ ആൾക്കാർ കൈവിടാം. അതിപ്പോ ദിലീപ് എന്ന് പറഞ്ഞൊരു നടന്റെ സിനിമ മാത്രമല്ല, ഇതിപ്പോ ആരാണെങ്കിലും, മമ്മൂട്ടി ആണെങ്കിലും ലാലേട്ടനാണെങ്കിലും മമ്മൂക്കയുടെ സുരേഷ് ആണെങ്കിലും ആരുടെ സിനിമയാണെങ്കിലും നല്ല സിനിമയാണെങ്കിൽ പ്രേക്ഷകർ സ്വീകരിക്കും, അല്ലെങ്കിൽ ആൾക്കാർ കൈവിടും. പ്രതീക്ഷിക്കുന്നു. ഇനിയെല്ലാം 8 മണിക്ക് ശേഷം സ്ക്രീനിൽ കാണാം. നിങ്ങൾ